പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ കൃത്യമായി ലോകത്ത് പറഞ്ഞു കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഏക പ്രസ്ഥാനം അത് സമസ്തയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സമസ്ത ഇസ്ലാമിക ദഅവത്ത് നടത്തുന്ന രീതിയിലും ഈ ഹിക്മത്ത് സ്വീകരിക്കണമെന്നുള്ളത് കൊണ്ടാണ് പുതിയ കാലഘട്ടത്തിലെ ഏത് സംവിധാനത്തെയും എതിരല്ലാത്ത ഏത് സംവിധാനത്തെയും നമുക്ക് സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിക ദഅവത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് കൊണ്ടാണ് പുതിയ കാലഘട്ടത്തിലെ പാഠപുസ്തക പരിഷ്കരണത്തിൽ ഉൾപ്പെടെ നമ്മളെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തിയത്. ഉസ്താദുമാരെല്ലാം ട്രെയിനിങ് സെഷനുകളിൽ പങ്കെടുത്തവരും അതിൽ ക്ലാസ്സുകൾ കേട്ടവരും എടുത്തവരുമാണ്. അതിൽ ഏറ്റവും ആദ്യമായി നമ്മൾ അവതരിപ്പിക്കാൻ കൊടുത്ത ICT മൊഡ്യൂൾ എന്ന് പറയുന്ന വിഷയത്തിലെ ഒന്നാമത്തെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. അത് പുതിയ കാലഘട്ടത്തിലെ പുതിയ ജനറേഷനെ പരിചയപ്പെടുത്തുന്നതായിരുന്നു. അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, പുതിയ കാലഘട്ടത്തിലെ കുട്ടികളുടെ പേര് പഴയ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി 2010 ശേഷം ജനിച്ചവരാണ്, 2012 ശേഷം ജനിച്ചവരാണ് എങ്കിൽ 2025 വരെയുള്ള ഒരു ജനറേഷന് മുഴുവനായിട്ട് ഒരു പേര് വിളിച്ചിരുന്നു. ഉസ്താദുമാർ തന്നെ ഒന്ന് അവിടെ നിങ്ങോട്ട് പറഞ്ഞാൽ എനിക്കൊരു സമാധാനമാണ്, ആ ക്ലാസ്സുകളിലേക്ക് എത്തിക്കണു എന്നുള്ളതിന് നമുക്കൊരു തെളിവും കൂടിയാകും. മാഷാ അല്ലാഹ്, ആൽഫ ജനറേഷൻ എന്നാണ്. ഞാൻ ഇത് നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനുള്ളൊരു കാരണം, നമ്മൾ ഈ ട്രെയിനിങ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ വലിയ ആളുകളുടെ വലിയ സദസ്സുകളിൽ മാത്രം കേട്ടിരുന്ന ആൽഫ ജനറേഷനുകളെയും ബീറ്റ ജനറേഷനുകളെയും കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ മുമ്പിലാണ് നവയുഗത്തിലെ മദ്രസകൾ എന്നുള്ള ഒരു വിഷയം ഞാൻ അവതരിപ്പിക്കുന്നത്. എന്തുകൊണ്ട് പുതിയ കാലഘട്ടത്തിലെ പുസ്തകങ്ങളിലേക്കും പുതിയ കാലഘട്ടത്തിലെ മദ്രസകളിലേക്കും പുതിയ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളും പുതിയ കാലഘട്ടത്തിലെ രക്ഷിതാക്കളും ഈ ഒരു സിസ്റ്റത്തിൻ്റെയും ഈ ഒരു ഇസ്ലാമിൻ്റെ ദഅവത്തിൻ്റെ മാർഗവും സ്വീകരിക്കുമ്പോൾ ഈ പുതിയ സംവിധാനങ്ങളെ മുഴുവനും ഉൾപ്പെടുത്തണമെന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒരു ഒറ്റ ഉദാഹരണം കൂടി പറയാം. കഴിഞ്ഞ ദിവസം സമസ്ത ഇ ലേണിങ്ങിൻ്റെ ഓഫീസിലേക്ക് 53 വയസ്സ് പ്രായമുള്ള ഒരു ഉസ്താദ് കയറി വന്നു. 53 വയസ്സുള്ള ഒരു ഉസ്താദ് കയറി വന്നിട്ട് പറഞ്ഞു, ഉസ്താദിൻ്റെ കയ്യിൽ കുറച്ച് വീഡിയോ ക്ലിപ്പുകളുണ്ട്. ഉസ്താദ് പറഞ്ഞു, ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് ഉസ്താദ്, നിങ്ങളൊന്ന് കണ്ടു നോക്കണമെന്ന്. എനിക്ക് വളരെ അഭിമാനം തോന്നി. ഇത് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഉസ്താദുമാരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. പ്രായമേറിയ ഉസ്താദുമാർക്ക് ഇത് പഠിപ്പിക്കാൻ പ്രയാസമാകുമോ? ഈ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവന്നാൽ അത് മദ്രസ സംവിധാനത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ഉസ്താദുമാരുടെ അധ്യാപനങ്ങൾക്ക് അത് പ്രയാസമാകുമോ? അതിനുള്ള ഒരു ഉദാഹരണമായിരുന്നു 53 വയസ്സ് പ്രായമുള്ള ആ ഉസ്താദ് വന്നിട്ട്, ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയതാണ് അദുഉ റബ്ബി എന്ന പാട്ട് വെച്ചിട്ടുള്ള ഈ വീഡിയോ എന്ന് പറഞ്ഞ് എനിക്ക് കാണിച്ചു തന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, പുതിയ തലമുറയിലെ ഉസ്താദുമാരും അതിനനുസരിച്ച് വളർന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിനൊക്കെ സ്വീകരിക്കാൻ കഴിയുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞാൽ ഇവിടെ നമുക്ക് വേണ്ടത് പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾക്കനുസരിച്ചുള്ള ഒരു മദ്രസ സിസ്റ്റത്തെ നമ്മൾ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് ആംബിയൻസ് അഥവാ നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയർ, മദ്രസ അറ്റ്മോസ്ഫിയർ ഒരുക്കുന്നിടത്ത് തന്നെ, മദ്രസ അന്തരീക്ഷം തയ്യാറാക്കുന്നിടത്ത് തന്നെ ഒരു വലിയ ശ്രദ്ധ പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു സാംസ്കാരിക നഗരമെന്ന് കേരളത്തിലെ പേര് കേട്ട നിങ്ങളുടെ നാട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ ആ സാംസ്കാരിക നഗരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ഉസ്താദുമാരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരുപക്ഷെ കേരളത്തിൽ അപൂർവമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള സംഗമങ്ങൾ ഉണ്ടാവുക. ഈ തൃശ്ശൂരിലെ ഓരോ പോയിന്റുകളെ കുറിച്ചും നിങ്ങൾക്ക് ബോധ്യമുള്ളവരാണ്. ഓരോ മദ്രസകളുടെ ചരിത്രവും ഓരോ മദ്രസകളുടെ സ്വഭാവവും അറിയുന്നവരാണ്. കൃത്യമായി നമുക്ക് പഠിക്കാം. ഇപ്പം നമ്മളിരിക്കുന്ന ഈ ഒരു അറ്റ്മോസ്ഫിയർ, ഈ ഫാൻ ഇല്ലാതെ, ഈ ഇരിക്കുന്ന വിരികളില്ലാതെ, നിങ്ങളിരിക്കുന്ന ചെയറുകൾ മാത്രം ഇട്ടുകൊണ്ട് ഇതുപോലെയുള്ള സംവിധാനങ്ങളൊന്നും ഒരുക്കാതെയാണ് ഈ ക്ലാസ് എടുക്കുന്നത് എങ്കിൽ ഇതിൻ്റെ ഒരു ആംബിയൻസ് വേറെയാണ്. ഇതിൽ തന്നെ ധാരാളം കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ നവാസ് ആലത്തൂരി നമ്മളോട് പറഞ്ഞു, ഇതൊന്ന് കുറച്ച് കയറ്റിയിടണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ വേറെ ശ്രദ്ധിക്കാനുണ്ട്. കാരണം ഇതിൻ്റെ ആംബിയൻസ്, നമ്മൾ പുറത്തേക്ക് പോകുന്ന ഒരു സംവിധാനം, നമ്മളെ കാണുന്ന ഒരു വിഭാഗം ആളുകൾ, അവർക്കിതൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ ഇരുന്ന് പഠിക്കേണ്ടുന്നത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത്.
അപ്പോൾ നമ്മളൊരു മദ്രസ സംവിധാനം ഒരുക്കുമ്പോൾ തന്നെ, അതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ തന്നെ ആ രീതിയിലുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടി പ്രിയപ്പെട്ട സദുസ്താദുമാരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ആ ഒരു സംവിധാനം നമ്മൾ ഒരുക്കിയിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള ധാരാളം പ്രയാസങ്ങളുള്ള മദ്രസ കമ്മിറ്റികളുണ്ട്, നമുക്കറിയാവുന്നതാണ്. പക്ഷെ ഉള്ളതിനെ മനോഹരമാക്കാൻ കഴിയുന്ന ധാരാളം അവസ്ഥകൾ നമ്മളിവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ട്രെയിനിങ്ങിൻ്റെ ഒരു സെഷനിൽ ആ ഭാഗം മാത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ഇതെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അതിൻ്റെ സംവിധാനങ്ങൾ എങ്ങനെയാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ഇനി എന്തുകൊണ്ടാണ് മദ്രസ പാഠപുസ്തകങ്ങളിലേക്ക് ഈ പുതിയ കാലഘട്ടത്തിലെ ഡിജിറ്റലൈസേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വന്നത് എന്നതിനുള്ള കൃത്യമായൊരു മറുപടി കൂടിയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്. പുതിയ കാലഘട്ടത്തിലെ കുട്ടികളെ നമ്മൾ പറഞ്ഞു വെക്കാറുണ്ട്, ഒരു 2 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് വരെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്താൽ അത് കൃത്യമായി എവിടെ ടച്ച് ചെയ്യണമെന്ന് അറിയുന്നവരാണ്. 2 വയസ്സ് മുതൽ 5 വയസ്സ് പ്രായമാകുമ്പോഴേക്ക് കൃത്യമായി ഇത് ഉപയോഗിച്ച് പഠിച്ച, ഡിജിറ്റൽ സംവിധാനങ്ങളിൽ ജീവിക്കുന്ന, വീഡിയോകൾ കണ്ടുവരുന്ന, പാട്ടുകൾ കേട്ടുവരുന്ന ഒരു വിദ്യാർത്ഥിയുടെ മുമ്പിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹിക്മത്തിന്റെ തന്ത്രത്തിലൂടെയല്ലാതെ ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് പുതിയ കാലഘട്ടത്തിൽ സാധ്യമല്ലാതിരിക്കും. എന്ന് പറഞ്ഞു വെച്ചത് ആ ഹിക്മത്ത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം പലപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്, AI കാലഘട്ടത്തിലേക്കാണ് പുതിയ ജനറേഷൻ കടന്നു പോകുന്നത് എന്ന്. AI യുഗം എന്താണെന്ന് ചോദിച്ചാൽ കൃത്രിമമായുള്ള ബുദ്ധി ലോകത്ത് നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ക്ലാസ് എടുക്കുന്നത് AI ക്ലാസ് അല്ലാത്തത് കൊണ്ടാണ് ആ വിഷയത്തിലേക്ക് കടന്നു പോകാത്തത്. AI എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ നിന്ന് മണ്ണാർക്കാട്ട് എന്ന് കടന്നു വരുമ്പോൾ, എൻ്റെ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുമ്പോൾ ജസ്റ്റ് ഒരു സ്വിച്ചോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ കൊടുത്താൽ എനിക്ക് വന്നിറങ്ങേണ്ടുന്ന അറഫയുടെ ഈ സ്കൂൾ മൈതാനത്തിലേക്ക് എന്നെ കൊണ്ടുവന്നിരുത്താൻ ഇനിയൊരു ഡ്രൈവറുടെ ആവശ്യമില്ലാത്ത കാലഘട്ടം വരാൻ പോവുകയാണ്. നിങ്ങൾക്കൊരു ക്ലാസ് കേൾക്കണമെങ്കിൽ ഇതുപോലെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് കൃത്യമായിട്ട് വിഷയം പറഞ്ഞു തരേണ്ടതില്ലാത്ത ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ, ഒരുപക്ഷെ നമ്മുടെ ക്ലാസ് മുറികളിലേക്ക് കയറി വരുന്ന അധ്യാപകരിൽ ക്ലാസ് എടുക്കാൻ ഒരുപക്ഷെ റോബോട്ടുകൾ ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു കാലഘട്ടം കടന്നു വരികയാണ്. ഇപ്പോഴും കോഴിക്കോടിലെ മിംസ് ഹോസ്പിറ്റലിലേക്കോ കോഴിക്കോട് തന്നെയുള്ള ചില മാളുകളിലേക്കോ നിങ്ങൾ കയറി ചെന്നാൽ അവിടെ സർജറി നടത്താനുള്ളത് റോബോട്ടുകളാണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പൊ നമുക്കതൊരു അവിശ്വസനീയമായിട്ട് തോന്നാം. ഈ രീതിയിലുള്ള ഒരു കാലഘട്ടത്തിലേക്ക് പുതിയ തലമുറ കടന്നു വരുമ്പോൾ ഇതിനെയെല്ലാം ഉൾക്കൊള്ളുന്ന ഇസ്ലാമിനെ തന്നെയാണ് നമുക്ക് പരിചയപ്പെടുത്തേണ്ടതുള്ളത് എന്നതുകൊണ്ടാണ് ഇതിലേക്ക് നമ്മൾ ഈ രീതിയിലുള്ള ഡിജിറ്റലൈസേഷൻ സംവിധാനങ്ങൾ കൊണ്ടുവന്നത്. ഒരു ഉദാഹരണം പറയാം. 1-ാം ക്ലാസ്സിലെ പാഠപുസ്തകം പ്രിയപ്പെട്ട ഉസ്താദുമാര് പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. ഞാൻ ഇവിടേക്ക് കടന്നു വരുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഇത്തരം ട്രെയിനിങ് സെഷനുകളിലേക്ക് ഈ ഒരു മാസക്കാലത്തിനിടയ്ക്ക് ഉസ്താദുമാർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ എടുക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയിരുന്ന ഒരാശയം ഇതായിരുന്നു. പുതിയ കാലഘട്ടത്തിലെ കുട്ടികളിൽ ഇന്ന് നിങ്ങൾ നോക്കുക, ഒരു വേദിയിൽ ഒരു പരിപാടി നടത്തുമ്പോൾ ക്ഷണിച്ചാൽ 4 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഇവന്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കണമെങ്കിൽ അതില് 90% അല്ല 95% 15 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാകണമെങ്കിൽ ആ പരിപാടിയുടെ പേര് ഒന്നുകിൽ ഒരു റാപ്പ് സോങ് ആവണം. അത് പാടാൻ വരുന്നവൻ ആ രീതിയിൽ വരുന്നവരാവണം. ഈ പാട്ട് കേട്ടുകൊണ്ട് അത് കാണാനും അത് ആസ്വദിക്കാനും വരുന്ന ഒരു പുതിയ തലമുറയുടെ മുമ്പിലേക്കാണ് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന തീരുമാനങ്ങളെയും നിയമങ്ങളെയും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ പല ഉസ്താദുമാരുടെയും ഉള്ളിലുണ്ടാകും, ആ കുട്ടികളെ എവിടേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളത്. തീർച്ചയായും സാധിക്കുമെന്നുള്ളതിൻ്റെ അടയാളമാണ് കഴിഞ്ഞ ഒരു മാസക്കാലം കൊണ്ട് നമ്മുടെ കുട്ടികളിൽ ഇപ്പോഴുണ്ടായ ഒരു മാറ്റം മാത്രം നിങ്ങളൊന്നെടുത്തു നോക്കുക. 1-ാം ക്ലാസ്സിലെ ഒരു കുട്ടി മദ്രസയിലേക്ക് വരുന്നതിൻ്റെ തൊട്ടു മുമ്പ് പാടി നടന്നിരുന്ന പാട്ടിൽ നിന്ന് മാറി അദ്ഉ റബ്ബിയുടെയും അദബുൻ ആ എന്നുള്ള പാട്ടുകളും കുട്ടിയുടെ ഉള്ളിലേക്ക് കടത്തിവിടാൻ പ്രിയപ്പെട്ട ഉസ്താദുമാരെ നമ്മൾ കാരണമായിട്ടുണ്ട് എങ്കിൽ, ആ ഒരു രീതിയിൽ നമ്മൾ ഇപ്പോൾ സംവിധാനിക്കുന്ന ഇതേ സിസ്റ്റത്തിലൂടെ മദ്രസ പഠനം മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംസ്കാരമുണ്ട്. പരിശുദ്ധ ഇസ്ലാം കാലങ്ങളായി ഇവിടെ കൊണ്ടുവന്ന ഒരു സംസ്കാരം.
അത് അതേപടി അതേ രൂപത്തിൽ പ്രിയപ്പെട്ടവരിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് പുതിയ പാഠപുസ്തകങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നേരത്തെ ബാക്കി ഉസ്താദ് നമ്മളോട് സൂചിപ്പിച്ചു, നമ്മൾ സിറാത്തുൽ മുസ്തഖീമിന്റെ പാത പിന്തുടരുന്നവരാണ്. ആവശ്യമുള്ള സമയങ്ങളിൽ, നിർബന്ധിത സാഹചര്യങ്ങളിലും ആവശ്യമായതെല്ലാം നമ്മുടെ ദീനിലേക്ക് പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ സമ്മതത്തോടുകൂടെ തന്നെ ചേർത്തി വെക്കപ്പെട്ടവരുമാണ്. ലോകത്താദ്യമായി റോബോട്ടിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തയാൾ ജസ്രിയായിരുന്നു എന്ന് നമുക്ക് ചരിത്രം നോക്കിയാൽ കാണാൻ കഴിയും. 1000 വർഷങ്ങൾക്കിപ്പുറത്ത് 1990കളിൽ വീണ്ടും ഈ റോബോട്ടിന്റെ ചർച്ച നടക്കുമ്പോൾ 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനവും അതിനെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു ബുദ്ധിയും പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടായിരുന്നു എന്നുള്ളത് എവിടെയോ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ പ്രതാപത്തെ തിരിച്ചെടുക്കുന്ന ഒരു സംവിധാനത്തിൽ കൂടിയാണ് നമ്മളുള്ളത്. ഈ പുസ്തകം പുറത്തിറങ്ങിയ ആദ്യഘട്ടത്തിൽ നമ്മളൊക്കെ പല കോണുകളിൽ നിന്നുള്ള അതിൻ്റെ വിമർശനങ്ങൾ ഉൾപ്പെടെ പല തവണയായി കേട്ടവരാണ്. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അപ്രീസിയേഷൻസ് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം സമസ്ത പോലെയുള്ള ഒരു സംവിധാനത്തിൽ ഒരു QR കോഡ് വെച്ചുകൊണ്ട് കുട്ടികൾക്ക് നിസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നിസ്കാരം കാണാനുള്ള ആ അവസരം ലഭിക്കുന്നു. കുട്ടികളെ മാത്രമല്ല, രക്ഷിതാക്കൾക്ക്, നാട്ടുകാർക്ക്, സമസ്തയുടെ പാഠപുസ്തകം വാങ്ങുന്ന ഏതൊരാൾക്കും ഈ രീതിയിലേക്ക് പഠിക്കാൻ സാധിക്കുന്ന സംവിധാനം ഞാൻ അതിശയോക്തിയോടുകൂടി പറയുന്നതല്ല. ഇപ്പോൾ ജോലി ചെയ്യുന്ന സമസ്തയുടെ ഈ ലേണിംഗ് സംവിധാനത്തിൽ നിന്ന്, കേരളത്തിലെ കോഴിക്കോട് നിന്ന് സുപ്രഭാതത്തിന്റെ തൊട്ടടുത്തുള്ള ബുക്ക് ഡിപ്പോയുടെ ഫസ്റ്റ് ഫ്ലോറിൽ ഇരുന്നിട്ട് ലോകത്തുള്ള 5 ഉപഭൂഖണ്ഡങ്ങളിൽ നിന്നായി 30 രാജ്യങ്ങളിലെ 1100 കുട്ടികൾക്ക് സമസ്തയുടെ മദ്രസ, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു മദ്രസ നടത്താൻ സാധിക്കുന്നത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, നവയുഗത്തിലെ മദ്രസകൾ ഇനി നമ്മൾ ഈ കാണുന്ന രീതിയിലായി മാറും. അമേരിക്കയിൽ ഇരിക്കുന്ന കുട്ടിക്കും, ബ്രിട്ടനിൽ ഇരിക്കുന്ന കുട്ടിക്കും, ഓസ്ട്രേലിയയിൽ ഇരിക്കുന്ന കുട്ടിക്കും സമസ്തയുടെ മദ്രസയിൽ പഠിക്കാനുള്ള സംവിധാനം ഒരുക്കാൻ സമസ്തക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ആ കുട്ടി നേരെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുമ്പോ, എയർപോർട്ടിൽ കോഴിക്കോട് ഇറങ്ങി ക്ലാസ് എടുക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ റേഞ്ചിൽ, വടക്കഞ്ചേരി റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദേശമംഗലം റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ, അവിടേക്ക് കയറുന്നതോടുകൂടെ നമ്മുടെ ആപ്പിലേക്ക് മെസ്സേജ് വരും, കുട്ടി നാട്ടിലെത്തിയിട്ടുണ്ട് എന്ന്. കൃത്യമായി ആ കുട്ടിയെ നാട്ടിലെ മദ്രസകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ബൃഹത്തായ സംവിധാനം ഇന്ന് സമസ്തക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഞാൻ പറഞ്ഞു വെക്കുന്നത് പുതിയ കാലഘട്ടത്തിൽ കുട്ടികളെ എങ്ങനെയാണോ നമ്മൾ സ്വീകരിക്കേണ്ടത് ആ രീതിയിൽ ഉസ്താദുമാർ സ്വീകരിക്കേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല, പലപ്പോഴും ഉസ്താദുമാരുടെ ഒരു ആശങ്കയുണ്ടായിരുന്നത് പഠിപ്പിക്കുന്ന സമയത്തുള്ള നമ്മളെയൊക്കെ ചെറുപ്പകാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന സമയത്തിൻ്റെ കുറവ്. കേവലം 1 മണിക്കൂറിനുള്ളിൽ നമ്മളൊക്കെ 3 മണിക്കൂർ പഠിച്ചിരുന്ന മദ്രസ ഒരു കുട്ടിയുടെ മുമ്പിലേക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇവിടേക്ക് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പ് സംഘാടകരോട് ചോദിച്ചത് ഇങ്ങനെയാണ്, എത്ര സമയമാണ് എനിക്ക് സംസാരിക്കാനുള്ളത്? ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഇത്ര സമയമെന്ന് എന്നോട് പറഞ്ഞാൽ, ഇപ്പൊ നേരത്തെ ബഹുമാനപ്പെട്ട കാസിമി ഉസ്താദ് കൃത്യം പറഞ്ഞ അതേ ടൈമിൽ നിർത്താൻ കഴിയുന്നത്, നമ്മളൊക്കെ പറയും ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ഡിജിറ്റൽ സംവിധാനം തന്നെയാണ് ഒരുക്കി വെക്കുന്നുണ്ട്. എനിക്ക് പറയേണ്ടുന്ന വിഷയങ്ങൾ ഇന്നതാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി പ്രധാനപ്പെട്ട ഒരു പോയിന്റും വിട്ടുപോകാതെ ആ കൃത്യസമയത്തിനുള്ളിൽ അവസാനിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനം ഇന്ന് നിങ്ങൾക്ക് നേരെ പുറത്തിറങ്ങിയാൽ സമസ്ത ഇ ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പെൻഡ്രൈവ് അവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അതിലെന്താണുള്ളത് എന്ന് പലപ്പോഴും പല ഉസ്താദുമാരും ചോദിക്കാറുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്നത് 1-ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് എഴുത്ത് പഠിപ്പിക്കാനും അവനക്ക് അക്ഷരം ഉച്ചരിക്കാൻ പഠിപ്പിക്കാനും അവൻ്റെ ക്ലാസ്സിൽ ഓരോ അക്ഷരത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കാനും ഈ പാട്ട് പഠിപ്പിക്കാനും കൂടി കേവലമുള്ളത് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ സമയമാണ്. അതിൽ ഒരു പാഠമെടുക്കാൻ ആ ഡിജിറ്റൽ കണ്ടന്റ് ഉപയോഗിച്ച് 20 മിനിറ്റ് കൊണ്ട് സാധ്യമാകുന്ന രീതിയിൽ. എന്നാൽ ഒരു ഉസ്താദിന്റെ സാന്നിധ്യമില്ലാതെ നടക്കുകയുമില്ല. ഒരു ഉസ്താദ് നിന്നുകൊണ്ട് ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാവുന്ന രീതിയിലുള്ള ഈ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയപ്പോൾ 20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ മുമ്പിലേക്ക് കൃത്യമായി മെസ്സേജ് കൺവേ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇന്റഗ്രേറ്റഡ് തജ്വീദ് എന്ന് പറഞ്ഞപ്പോൾ പല ഉസ്താദുമാരുടെയും ഉള്ളിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് ഖുർആനിനെയും തജ്വീദിനെയും ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നത് എന്ന്. ഇന്നലെ ഞാൻ 2-ാം ക്ലാസ്സുകാരനായ ഒരു കുട്ടിയുടെ 1-ാമത്തെ സൂറത്തിൽ നിന്ന് 3 ആയത്തുകളെ വെറുതെ ഒന്ന് ഓതിപ്പിച്ചു നോക്കി.
നമ്മൾ ഇത്ര കാലം കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ കുട്ടികളുടെ പാരായണത്തിൽ വരെ ആ ഒരു ഡിജിറ്റൽ കണ്ടന്റിന്റെ ഉപയോഗവും ഉസ്താദുമാരുടെ അശ്രാന്ത പരിശ്രമവും കൃത്യമായി ഒരുമിച്ച് കൂടിയപ്പോൾ വളരെ മനോഹരമായി കൊണ്ട് ഖുർആൻ ഓതാൻ 2ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുക. വെറും 4 വർഷം കൊണ്ട് മാത്രം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ മാറ്റമുണ്ട്. അത് പുതിയ കാലഘട്ടത്തിലെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഈ പാഠ്യപദ്ധതിയുടെ പരിഷ്കരണം തന്നെയായിരിക്കും. അത് ഈ കുട്ടികളെ കൂടി കണ്ടുകൊണ്ടാണ്. ഇവർക്ക് സാധാരണ നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും കേൾക്കുന്നതാണ്, നമ്മളൊക്കെ ഒരു ക്ലാസ്സിൽ നിങ്ങളിപ്പോൾ രാവിലെ 10 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് വന്നിരുന്ന് 1 മണി വരെ ഇരിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു സെൻസ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ഇതേ സ്ഥാനത്തേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരുത്തുന്നത് 15 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെയാണ് എങ്കിൽ 20 മിനിറ്റിൽ കൂടുതൽ അവർക്കൊരു ക്ലാസ്സിൽ പിടിച്ചിരിക്കാൻ സാധിക്കുന്നില്ല. ഒരു സ്ക്രീനിലേക്ക് 30 സെക്കൻഡിനേക്കാൾ കൂടുതൽ സമയം നോക്കാൻ അവർക്ക് കഴിയുന്നില്ല. അത് കഴിഞ്ഞാൽ സീനിയറി മാറണം. ആ രീതിയിലേക്ക് കോൺസെൻട്രേഷൻ പവർ കുറഞ്ഞ കാലത്ത് കുട്ടികളുടെ തലച്ചോറിലേക്ക് മുഴുവനും മറ്റു പല സാധനങ്ങളും കയറിക്കൂടിയ കാലത്ത് എപ്പോഴും ഞാൻ പറഞ്ഞു, ഒരു വയസ്സ് 1.5 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് ഉമ്മ ഭക്ഷണം കൊടുക്കുമ്പോൾ കാത്തൂപ്പാട്ട് വെച്ച് കേൾപ്പിച്ചുകൊണ്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് എങ്കിൽ 5ാം ക്ലാസ് 5 വയസ്സ് പ്രായമായാലും 6 വയസ്സ് പ്രായമായാലും ഫോൺ കൊടുത്താൽ മാത്രം ഭക്ഷണം കഴിക്കുന്ന കുട്ടികളുടെ കാലത്ത് എന്ത് കേൾക്കുന്നു എന്നിടത്ത് പ്രാധാന്യമുണ്ട്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും ഒക്കെ ഉള്ളിലേക്ക് ഇട്ടു തന്നിരുന്ന മാതാപിതാക്കൾക്ക് ഇന്നത് കേൾപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ആ രീതിയിലില്ലാത്തത് കൊണ്ട് കിട്ടുന്ന പാട്ടുകളെ, കിട്ടുന്ന ട്യൂണുകളെ, അവർക്ക് രസകരമായി തോന്നുന്ന കാര്യങ്ങളെ കുട്ടികളുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പാരമ്പര്യത്തിന്റെ ഒരു വഴി കൂടി നമുക്ക് പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ നഷ്ടബോധം കൂടി നമ്മളിവിടെ തിരുത്തിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഡിജിറ്റൽ സംവിധാനങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോകൾ ഉൾപ്പെടുത്തി കൊടുത്തത്. 1ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് കാണാൻ സാധ്യമാകുന്ന ഒരു വീഡിയോ, 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വീഡിയോ, അതിനുള്ളിലൂടെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സംവിധാനം, അത് അദബ് പഠിപ്പിക്കലും പഠിപ്പിക്കലും ആ വാക്കുകളെ പഠിപ്പിക്കലും പരിശുദ്ധ ഖുർആനിലേക്ക് ആ കുട്ടിയെ എത്തിക്കലുമാണ്. അതിന് സാധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ കാലഘട്ടത്തിൽ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മാത്രം, കൃത്യമായ കണക്ക് ഞാൻ എടുത്തിട്ടില്ല, 100-ലധികം മദ്രസകൾ സ്മാർട്ട് കിറ്റ് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും മദ്രസകളിലേക്ക് ഇപ്പോൾ തന്നെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് എന്തിനാണ് എന്ന് പലപ്പോഴും കമ്മിറ്റി ഭാരവാഹികളൊക്കെ ചോദിക്കും. മദ്രസാ സംവിധാനത്തിൽ ഒരു കാലത്ത് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്ന നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് ഇപ്പൊ നിങ്ങളെ മാറിയല്ലോ എന്ന് ചോദിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും അവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അന്ന് വേണ്ട എന്ന് പറഞ്ഞ സാധനങ്ങളെയല്ല. അന്ന് വേണ്ടാത്തത് ഇന്നും വേണ്ടാത്തത് തന്നെയാണ്. അതിനുള്ളിൽ വരുന്നത് എന്ത് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതിൽ ആദ്യം ഒരുങ്ങേണ്ടതും തയ്യാറാവേണ്ടതും പ്രിയപ്പെട്ട ഉസ്താദുമാരാണ്. ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഒരു മദ്രസയിലെ സദർ ഉസ്താദ് തീരുമാനിച്ചാൽ ഒരു നാടിനെ നന്നാക്കാൻ കഴിയുമെന്നുള്ളത് തീർച്ചയാണ്. ഒരു നാട്ടിലെ ഒരു സദർ ഉസ്താദ് തീരുമാനിച്ചാൽ ഒരു സമൂഹത്തെ നന്നാക്കാൻ കഴിയുമെന്നുള്ളത് തീർച്ചയാണ്. കാരണം നമ്മുടെയൊക്കെ നാടുകളിൽ ഇന്നും കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് സദർ ഉസ്താദുമാരാണ്. ഒരു സ്ഥാപനത്തിൽ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയി ചേർത്തണമെന്ന് രക്ഷിതാക്കളോട് ചെന്ന് പറഞ്ഞു കൊടുക്കുന്നവർ സദർ ഉസ്താദുമാരാണ്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഉസ്താദുമാരാണ്. ഇവിടെ ചിത്രങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് പാഠപുസ്തകങ്ങളിലേക്ക് ഒരു കുട്ടിയുടെ, ഒരു മുസ്ലിം എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ വരച്ചു വെക്കുന്നുണ്ട് ദുറൂസുൽ ഇഹ്സാനിൽ. ദുറൂസുൽ ഇഹ്സാൻ പാഠഭാഗം എടുക്കുമ്പോൾ പ്രിയപ്പെട്ട ഉസ്താദുമാരോട് നമ്മുടെ ട്രെയിനിങ് സെഷനുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ടാകും, നിങ്ങളൊക്കെ ഒരു 1 മിനിറ്റ് സൂഫിയെങ്കിലും ആവണമെന്ന്. കാരണം അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തിയിട്ട് വേണം കുട്ടികളുടെ മുമ്പിലേക്ക് എത്തിക്കാനെന്ന് പലപ്പോഴും ഉസ്താദുമാർ നമ്മളോട് സൂചിപ്പിച്ചു വെക്കാറുണ്ട്. ആ രീതിയിൽ 2 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലേക്കുള്ള മാറ്റങ്ങളെ കൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ള കുട്ടി എങ്ങനെയാകുമെന്നുള്ളത് നമ്മൾ അവിടെ വരച്ചു വെച്ചു. ശേഷം അതിൽ തന്നെ ചില പാട്ടുകൾ കൊടുത്തിട്ടുണ്ട്. വിരുന്നുകാർ വരുമ്പോൾ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത്, എന്തിനപ്പോൾ അത് പാട്ടാക്കിയത് എന്ന് പലപ്പോഴും ഉസ്താദുമാർ ചിന്തിച്ചിട്ടുണ്ടാകും. അതിപ്പോൾ ഒരു കഥയായിട്ട് പറഞ്ഞാലും നടക്കുമല്ലോ, എന്തിനപ്പോൾ അതൊരു പാട്ടായി പറഞ്ഞത്? നിങ്ങൾക്കറിയാം, പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് നമ്മൾ ആ കണ്ടന്റിനെ കൊടുക്കേണ്ടത്. 30 സെക്കൻഡിൽ നമുക്ക് പറയാനുള്ളതെല്ലാം അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്.
ഞാൻ തന്നെ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. 4.5 ലക്ഷവും 5 ലക്ഷവും ആൾക്കാർ പങ്കെടുത്ത് പരിപാടി പോലും മുടക്കി കഴിഞ്ഞ പരിപാടിയിൽ പാട്ടുപാടുന്നവർ പറയുന്നത് എന്തെന്ന് ഈ കുട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന്. അവർക്കത് മനസ്സിലായിട്ടൊന്നുമല്ല, അവരത് ആസ്വദിക്കാൻ വേണ്ടി വരുന്നവരാണ്. പക്ഷേ പിൽക്കാലത്ത് അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കും. ആ സമയത്ത് കൃത്യമായി കൊണ്ട് നമ്മുടെ ഉസ്താദുമാർക്ക് ഇത് വിവരിച്ചു കൊടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് പാഠപുസ്തകങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തിയ പാട്ടുകളുള്ളത്. അടുത്തത് ആനിമേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആനിമേഷൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഉസ്താദുമാരുടെയൊക്കെ ചിന്തയിലുള്ളത് അതൊരു ക്രിയേറ്റീവ് സാധനമല്ലേ, ഉണ്ടാക്കി വെക്കുന്നതല്ലേ. ഒരു പൂച്ച ഇങ്ങനെ ചാടിക്കളിക്കുന്നത്, അത് ഉണ്ടാക്കാൻ നല്ല ചെലവുകൾ ഉണ്ടെങ്കിൽ കൂടി ഒരു കുട്ടിയുടെ മനസ്സിനെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ 1.5 വയസ്സ് പ്രായമുള്ള കുട്ടി മുതൽ 5 വയസ്സെത്തുന്നത് വരെ ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും ഇത് കാണിച്ചു കൊടുക്കേണ്ടി വരുന്നത്. അവിടെ അതിനെയും പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ ആനിമേഷനുകൾ നമ്മൾ ഉൾപ്പെടുത്തി. ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ കാണിക്കണമെങ്കിൽ മദ്രസയിൽ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. മദ്രസയിൽ ആ ഒരു അർത്ഥത്തിൽ തന്നെ നമ്മൾ അതിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരങ്ങൾ കഴിഞ്ഞ സെഷനുകളിലും മാനേജ്മെന്റ് സമ്മിറ്റുകളിലും നമ്മൾ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മദ്രസകളിൽ ഒരു ക്ലാസ് റൂമെങ്കിലും സ്മാർട്ട് ക്ലാസ് റൂമാക്കാൻ പ്രിയപ്പെട്ട ഉസ്താദുമാരെ നേതൃത്വം കൊടുക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംശയം ധാരാളമായിട്ട് ഉസ്താദുമാർ ചോദിച്ചിരുന്നത് ഫിഖ്ഹിന്റെ പാഠപുസ്തകങ്ങളിൽ വന്ന വീഡിയോകളെ കുറിച്ചിട്ടാണ്. നമ്മൾ എന്തുകൊണ്ട് 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് തന്നെ പൂർണ്ണമായ വുളൂഇന്റെ വീഡിയോ കൊടുത്തു? 4ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കാണ് പൂർണ്ണമായ വുളു ഒരു കുട്ടി പഠിക്കുന്നതെങ്കിൽ 2ാം ക്ലാസ്സിൽ തന്നെ പൂർണ്ണമായ വുളുഇന്റെ വീഡിയോ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ മദ്രസ പാഠപുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. കേവലം ഒരു QR കോഡ് അല്ല അതിനെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അവിടെ നിന്ന് തീരുമാനിച്ചാൽ ഉടനെ അത് അവിടെ നിന്ന് ഓഫ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. പിന്നെ ബുക്കിൽ QR കോഡ് കിട്ടൂല, അവിടെ ഇട്ട് കഴിഞ്ഞാലുള്ള QR കോഡ് മാത്രമാണ് നിങ്ങളുടെ പുസ്തകത്തിലും കിട്ടുന്നത്. ആ രീതിയിലൊരു സംവിധാനം തയ്യാറാക്കിയിട്ട് അതിലെന്തുകൊണ്ട് പൂർണ്ണമായ വുളു കൊടുത്തു എന്ന് ചോദിച്ചാൽ കാണുന്നത് കുട്ടിയുടെ മനസ്സിലുണ്ടാകും. ഇപ്പം ഞാൻ സാധാരണ ട്രെയിനിങ് സെഷനുകളിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്, നമ്മളൊക്കെ വുളു ചെയ്ത് പഠിച്ചത്, നമ്മളൊക്കെ നിസ്കരിച്ച് പഠിച്ചത്, നമ്മളൊക്കെ പ്രഭാഷണങ്ങളിലൂടെ പഠിച്ചത്, ഇതൊക്കെ പഠിക്കുന്നത് നമ്മുടെ പൂർവികരായ ആളുകളെ കണ്ടുകൊണ്ടാണ്. പുതിയ കാലഘട്ടത്തിലെ തലമുറയും പഠിക്കുന്നത് പഴയ ആളുകളെ കണ്ടിട്ട് തന്നെയാണ്. പക്ഷെ അവിടെ ചില മൂല്യങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അതിനെ പൂർണ്ണാർത്ഥത്തിൽ തന്നെ കാണിക്കണമെന്നുള്ള ഉദ്ദേശം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡിന് ഉണ്ടായതുകൊണ്ടാണ് പൂർണ്ണമായ വുളു 2ലും 3ലും 4ലും ഇനി 5ലും 6ലും 7ലും ആവർത്തിക്കുന്ന രീതിയിൽ പാഠപുസ്തകങ്ങളിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് മാറുന്ന പാഠപുസ്തകങ്ങളിലും ഈ രീതിയിൽ വലിയ മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയമാവുകയാണ്. ഈ മാറ്റങ്ങളെ മുഴുവനും പുതിയ കാലഘട്ടത്തിലെ ഈ ആൽഫ ജനറേഷൻ കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇന്നലെ കേരളത്തിൽ മുഴുവനായി മാത്രമല്ല സമസ്തയുടെ മദ്രസയിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളും ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ എടുത്ത ദിവസമാണ്. നമുക്കറിയാം, നമ്മുടെ സംവിധാനങ്ങളിൽ എവിടെയും ലഹരി ഉപയോഗിക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരൊറ്റ മെസ്സേജ് പോലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നിട്ടും എന്തുകൊണ്ട് നമ്മൾ അതിന്റെ ഭാഗമാകേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ളൊരു പ്രധാനപ്പെട്ട ഉത്തരം, നമ്മൾ ഈ കൊടുക്കുന്ന മെസ്സേജുകൾക്കപ്പുറം കുട്ടികൾക്ക് പുറത്തു നിന്ന് കിട്ടുന്ന വലിയൊരു സംവിധാനമുണ്ട്. ഇവിടെ ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 ലക്ഷം ആളുകൾ പങ്കെടുക്കുന്നവൻ പാട്ട് പാടുന്നത് ഇത് വെച്ചിട്ടാണ് എന്ന് ചരിത്രങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ ഇത് ഞാനും ഉപയോഗിച്ചാൽ എന്നെയും അംഗീകരിക്കാൻ ധാരാളം ആളുകൾ ഉണ്ടാകുമെന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് കുട്ടികൾ എത്തുന്നുണ്ട്. അവിടെ ഇവരോട് ഇത് പാടില്ല എന്ന് പറയേണ്ടുന്നതിനും ഒരു ഹിക്മത്ത് പ്രയോഗിക്കേണ്ടതുണ്ട്. ഒരൊറ്റ ദിവസം ചെന്നിട്ട് നിങ്ങളിനി നാളെ മുതൽ ലഹരി ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞാൽ ഒരുപക്ഷെ കേൾക്കണമെന്നില്ല. അത് ബഹുമാനപ്പെട്ട CH ഉസ്താദിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ സാധ്യമായിട്ടുണ്ട് എന്ന് നമ്മൾ ചരിത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്. രാവിലെ ചെന്നിട്ട് മോനെ ഇനി നീ മദ്യപിക്കരുതെന്ന് പറയുമ്പോൾ പിന്നീട് മദ്യപിച്ചതേ ഇല്ല എന്ന് അനുഭവസ്ഥര് പറയാറുണ്ട്. നമ്മൾ പറഞ്ഞാൽ ഒരുപക്ഷെ ആ കുട്ടികൾ അങ്ങനെ കേൾക്കണമെന്നില്ല. അവിടെയാണ് ഒരു കുട്ടിയുടെ പാഷൻ, ഒരു കുട്ടിയുടെ ഇഷ്ടം, ഒരു കുട്ടിക്ക് കൊടുക്കേണ്ടുന്ന സമയം അത് കൃത്യമായി നന്മയിലേക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഉസ്താദുമാര് സമയം തയ്യാറാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആ സമയം നമ്മൾ വിനിയോഗിക്കപ്പെടുത്തുന്നത് അതൊരു പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് മാറ്റുമ്പോൾ മാത്രമാണ് കുട്ടികളെ നമ്മുടെ വഴിയിലേക്ക് കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുട്ടികൾക്ക് പാടാനുള്ള പാട്ട് ഏതാവണമെന്ന് തീരുമാനിക്കുന്നവർ നമ്മളാവണം. കുട്ടികൾക്ക് എല്ലാ അവസരങ്ങളും കിട്ടും, പക്ഷേ അത് മുഴുവനും ഉപയോഗപ്പെടുത്താൻ നമ്മൾ സമയമുണ്ടാക്കി കൊടുക്കരുത് എന്നുള്ളതാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന് രണ്ട് കാര്യങ്ങളെ കൂടി സാന്ദർഭികമായി സൂചിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
ഓൺലൈൻ പഠനങ്ങൾ എന്ന് പറയുമ്പോൾ സാധ്യതകളേറെയുള്ള കാലമാണ്. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, ഞാൻ തന്നെ പറയാം, സമസ്ത ഈ സംവിധാനം തുടങ്ങിയത് സമസ്തയുടെ ഓഫ്ലൈൻ മദ്രസകളിലേക്ക് വരാൻ സാധിക്കാത്ത കുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു കുട്ടിക്ക് സമസ്തയുടെ ഓഫ്ലൈൻ മദ്രസയിൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി നമ്മളെ നോട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആപ്പിനെയൊക്കെ പറ്റിക്കാൻ കഴിയുന്ന വലിയ ടെക്കുകൾ ലോകത്തുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ സംവിധാനങ്ങളെ മുഴുവനും പൊളിച്ചെടുക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ QR കോഡ് സെറ്റ് ചെയ്തതിൻ്റെ 3-ാമത്തെ ദിവസം, പുസ്തകം ഇറങ്ങിയതിൻ്റെ 3-ാമത്തെ ദിവസം നമ്മുടെ വെബ്സൈറ്റും നമ്മുടെ ഇമെയിൽ ഐ ഡി ഒക്കെ ഹാക്ക് ചെയ്തയാൾ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഞാൻ മൂപ്പരോട് വിളിച്ചു ചോദിച്ചു, നിങ്ങളിപ്പോൾ എന്തിനാണ് അത് ചെയ്തു ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയോ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് എന്നോട് പറഞ്ഞത്. 10 ലക്ഷത്തോളം അല്ലെങ്കിൽ 40 ലക്ഷത്തോളം പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്തിട്ട് ആ ഇമെയിൽ ഐ ഡി ഹാക്ക് ചെയ്തത് എന്തിനാണെന്ന് ഞാനൊന്ന് നിങ്ങൾക്ക് അറിയോ നോക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് പറയുന്ന പുതിയ കാലഘട്ടം. നമ്മൾ എത്ര സെക്യൂരിറ്റി കൊടുത്താലും അതിനപ്പുറത്തേക്കുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരും. എന്നാൽ പുതിയ കാലഘട്ടത്തിൽ ഈ പ്രവണത കൂടിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ 10,000-ത്തിലധികം കുട്ടികൾ പഠിക്കുന്ന ഓൺലൈൻ മദ്രസകൾ കണ്ടു. ഉസ്താദുമാരുടെ മുമ്പിൽ അവർക്ക് വരണമെന്നില്ല. മാത്രമല്ല, ലിസാനുൽ ഖുർആന്റെ പാഠഭാഗം പഠിപ്പിക്കേണ്ടുന്ന സിസ്റ്റത്തെക്കുറിച്ച് കൃത്യമായ ട്രെയിനിങ്ങിൽ പറഞ്ഞു തന്നു. ലിസാനുൽ ഖുർആൻ പാഠപുസ്തകം ഇറങ്ങിയതിൻ്റെ 2-ാമത്തെ ദിവസം തന്നെ അതിൻ്റെ ഗൈഡ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വിതരണം കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കേണ്ടുന്ന രീതിയിൽ നിന്ന് മാറി പുതിയ സംവിധാനങ്ങൾ കുട്ടികൾ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തു നോക്കുമ്പോൾ ഫോണിൽ ഈ പാഠങ്ങൾ മുഴുവനും ചോദ്യോത്തരങ്ങൾ നമ്മൾ തന്നെ ഫിഖ്ഹൊക്കെ ക്രിസ്പാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വളരെ ചുരുക്കിയിട്ടാണ് പാഠഭാഗങ്ങൾ ഉള്ളത്. അതിനെ കൃത്യമായിട്ട് എടുക്കേണ്ടത് ഉസ്താദുമാർക്ക് ഹാൻഡ് ബുക്ക് വെച്ചിട്ടാണ്. എന്തുകൊണ്ട് ഹാൻഡ് ബുക്ക് കൊടുത്തു എന്ന് ചോദിച്ചാൽ, ഉസ്താദുമാർ ഒരുങ്ങി വരാനും ഉസ്താദുമാർ അത് കൃത്യമായി കുട്ടികളിലേക്ക് എത്തിക്കുകയും വേണം. കുട്ടികൾ കുറച്ച് പഠിച്ചാൽ മതി, പറഞ്ഞു കൊടുക്കേണ്ടുന്ന കഴിവ് ഉസ്താദുമാർക്ക് ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ അതിനെ ഒന്നും കൂടെ ക്രിസ്പാക്കിയിട്ടുള്ള ആപ്പുകൾ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ 1 വർഷം കൊണ്ട് പഠിപ്പിക്കേണ്ടുന്ന മദ്രസ നിങ്ങൾക്ക് 7 ദിവസം കൊണ്ട് പഠിപ്പിച്ചു തരാമെന്നാണ് അവർ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. 1 വർഷം കൊണ്ട് പഠിപ്പിക്കേണ്ടുന്ന മദ്രസനെ 7 ദിവസം കൊണ്ട് പഠിപ്പിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ, അത് കേവലം അറിവിനെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കലല്ല, ഇസ്ലാമിക പഠനം എന്നുള്ളത് നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തണം. ഇപ്പൊ 10ാം ക്ലാസ്സിൽ സ്കൂളിലേക്ക് പോകുന്ന ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്. ഞാൻ പഠിച്ച BEd കോളേജ് ഇത് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് നിന്ന് പറയാൻ പറ്റും, സ്കൂളിൽ പഠിപ്പിക്കുന്ന അതേ സിസ്റ്റം അത് അറിവിനെ സ്വായത്തമാക്കലും ദുനിയാവിലെ ജീവിതത്തിലേക്ക് അതിനെ പ്രസരിപ്പിക്കലുമാണ് എങ്കിൽ ആഖിറത്തിലെ പഠനം എന്ന് പറയുന്നത് ഖൽബിയായ ഒരു മാറ്റത്തിനുള്ള പഠനമാണ്. അത് ഏത് തലമുറ വന്നാലും ആ മാറ്റത്തിന് മാറ്റമൊന്നുമില്ല. അഥവാ പുതിയ തലമുറയിലെ ആൽഫ ജനറേഷൻ പഠിക്കേണ്ടതും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച കാലഘട്ടത്തിലെ കുട്ടി പഠിക്കേണ്ടതും കുട്ടി സ്വായത്തമാക്കേണ്ടതും ഒരേ സാധനമാണ്. ഹൃദയത്തിലേക്ക് ഇറങ്ങേണ്ടത് ഒരേ വസ്തുവാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പഠനം 7 ദിവസം കൊണ്ട് ക്രിസ്പാക്കി കൊടുത്തിട്ട് ++ മാത്രം വാങ്ങുന്ന, അതിനുവേണ്ടി തയ്യാറാക്കുന്ന പഠനമാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഈ പഠനത്തിൽ നമ്മൾ കൂടുതലും പ്രാക്ടിക്കൽ സെഷനുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, ബിഹേവിയറൽ പഠനത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, ഏജ് സെന്റേർഡ് പഠനത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഖുർആൻ തജ്വീദ് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായ ഒരു കുട്ടിക്ക് രണ്ടും കൂടെ ചേർത്തിക്കൊണ്ട് തന്നെ ഓതാൻ കഴിയുന്ന രീതിയിൽ പഠനത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ മാത്രം നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് തന്നെ പുതിയ കാലഘട്ടമായാലും പഴയ കാലഘട്ടമായാലും കൊടുക്കുന്ന രീതിയിൽ മാറ്റമുണ്ടാകും, കൊടുക്കാനുള്ള സംവിധാനങ്ങളിൽ മാറ്റമുണ്ടാകും. പക്ഷെ അവസാനത്തെ റിസൾട്ട് നാളെ പാരത്രിക ലോകത്ത് ചെല്ലുമ്പോൾ റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തത്തെ കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ആ റിസൾട്ടിലേക്ക് എത്തിക്കാൻ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, നിങ്ങളുടെ സഹകരണം പൂർണ്ണമായിട്ടുണ്ടാകണം. തൊട്ടു പുറത്തിരിക്കുന്ന സമസ്തയുടെ ലേണിംഗിന്റെ കിറ്റിൽ നമ്മളവിടെ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു കുട്ടി ഹജ്ജ് ചെയ്യേണ്ടത് എന്നുള്ള പാഠം വരുമ്പോൾ ഹജ്ജ് പൂർണ്ണമായിട്ട് കേവലം 8-10 മിനിറ്റുകൾക്കുള്ളിൽ കാണിക്കുന്ന ഒരു സിസ്റ്റം. അതിന് നമുക്ക് ചോദിച്ചാൽ കിട്ടും. പുറത്ത് നോക്കിയാൽ യൂട്യൂബിൽ അവൈലബിൾ ആകൂലേ, നിസ്കാരം അവൈലബിൾ ആണ്, നോമ്പ് അവൈലബിൾ ആയിരിക്കും ചിലപ്പോൾ യൂട്യൂബ് നോക്കിയാൽ. കാരണം നോമ്പ് എടുക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കണമെന്ന് കാണിക്കാൻ വേണ്ടി ഭക്ഷണം മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരുത്താറുണ്ട്, അതും യൂട്യൂബിൽ കിട്ടും. വുളു എടുക്കുമ്പോൾ പല വിഭാഗത്തിന്റെ വുളുകൾ കിട്ടും, ഖുർആൻ ഓതുമ്പോൾ പല ഖിറാഅത്തുകൾ കിട്ടും. അത് മുഴുവനും കാണിച്ചു കൊടുത്തുകൊണ്ട് സമസ്ത ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ സമസ്ത തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തരം ഡിജിറ്റൽ കിറ്റുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നെറ്റില്ലെങ്കിലും ഏത് സംവിധാനത്തിലും കേവലം ഒരു സ്മാർട്ട് TV വളരെ കുറഞ്ഞ വിലയിൽ, ഞാൻ പറയുന്നത് ഒരു 10
12 രൂപ മാത്രം ചെലവിൽ വരുത്തിയാൽ ഒരു മദ്രസയിൽ സംവിധാനിക്കുന്ന രീതിയിൽ നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ പറയപ്പെട്ട പുതിയ തലമുറക്ക് കൂടി ഉൾപ്പെടാവുന്ന രീതിയിലുള്ള ഈ ഒരു പാഠപുസ്തകം നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. നവയുഗത്തിലെ മദ്രസകൾ പുതിയ കാലഘട്ടത്തിലെ ഈ കുട്ടികളെ കൂടി ഉൾക്കൊള്ളുന്നതാവണം. അതിന് പറ്റുന്ന ഉസ്താദുമാരായി നമ്മൾ മാറണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു ഉസ്താദും ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഇല്ല എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട്. കാരണം ക്ലാസ് എടുക്കാൻ വേണ്ടി കേരളത്തിനകത്തും പുറത്തും ഞാൻ തന്നെ ധാരാളം സ്ഥലത്ത് പോയപ്പോൾ ഓരോ സ്ഥലത്തു നിന്നും മുഴുവൻ ഉസ്താദുമാരും ഇത് ഉപയോഗപ്പെടുത്താൻ സാധ്യമാകുന്ന രീതിയിലുള്ള ട്രെയിനിങ് സമസ്ത കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. CC അതിന് നേതൃത്വം നൽകിയിരുന്നു. അൽഹംദുലില്ലാ അത് പൂർണ്ണമായി നമുക്ക് നടപ്പിലാക്കാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പുതിയ കാലഘട്ടത്തിലെ കുട്ടികളെ പുതിയ തരത്തിലുള്ള സംവിധാനത്തെ ഇതേ രീതിയിൽ ഉൾക്കൊണ്ട് റിസൾട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചു തന്ന ആ റിസൾട്ടിലേക്ക് തന്നെ എത്തിക്കുന്ന രീതിയിൽ നമുക്ക് സാധ്യമാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.